കരിക്കിനേത്ത് ബിജു കൊലക്കേസിൽ പത്തനംതിട്ട എസ് പിക്കെതിരെയുള്ള ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബുവിന്റെ ആരോപണങ്ങൾ തള്ളി കുടുംബം. റൌഡി ലിസ്റ്റിലുള്ള അഭിഭാഷകനെ പ്രോസിക്യൂട്ടറായി നിയമിക്കാൻ പത്തനംതിട്ട എസ് പി ശുപാർശ ചെയ്തു എന്നായിരുന്നു മധുബാബു മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി. തങ്ങൾ കോടതിയിൽ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രശാന്ത് കുറുപ്പിനെ അഭിഭാഷകനാക്കിയത് എന്ന് കരിക്കിനേത്ത് ബിജുവിന്റെ കുടുംബം പറയുന്നു. ഈ കേസിന്റെ ആദ്യ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു അന്നത്തെ CI ആയിരുന്നു MR മധുബാബു. പത്തനംതിട്ട CI ആയിരുന്നു. അന്നത്തെ DYSP ആയിരിക്കുന്ന ചന്ദ്രശേഖര പിള്ള. ഇവരെ ആണ് ഈ കേസിൻ്റെ ആദ്യ ടീം. ആ ടീം ഇവരെ കേസ് അട്ടിമറിക്കുകയും തെളിവുകൾ നശിപ്പിക്കുകയും പ്രതികളെ രക്ഷിക്കുന്ന നടപടികൾ അവർ സ്വീകരിച്ചു. അപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് അന്നത്തെ ADGP ഹേമചന്ദ്രൻ വിളിച്ച് അന്നത്തെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി വിമലാദിത്യൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ വിളിച്ച് എത്രയും പെട്ടെന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യണം, അതിൻ്റെ നടപടികൾ സ്വീകരിക്കണമെന്ന് പറയും. MR മധുബാബു പ്രതിയാക്കപ്പെടുകയും ചെയ്യുന്നതിൻ്റെ ഭയന്നാണ് ഇപ്പം ഈ തെളിവുകൾ നശിപ്പിക്കുക കേസ് അട്ടിമറിക്കാനായിട്ട് ശ്രമിക്കുന്നത്. AV ജയശങ്കർ വിവരങ്ങളുമായി ഇപ്പോൾ പത്തനംതിട്ടയിൽ ചേരുന്നുണ്ട്. ജയശങ്കർ, ഈ വിഷയത്തിൽ ഈ പോലീസിലെ പോരിന് കാരണമായിരുന്നുവല്ലോ, ഇപ്പോൾ എന്താണ് ഈ കുടുംബം വ്യക്തമാക്കുന്ന നിലപാട്? അതായത് ഈ മധു ബാബു കഴിഞ്ഞ ദിവസമാണ് ഈ പ്രശാന്തിനെ അഭിഭാഷകനാക്കിയുമായി ബന്ധപ്പെട്ട SP-യുടെ ഇടപെടലുണ്ട്. അദ്ദേഹമാണ് ഇത്തരത്തിൽ ശുപാർശ ചെയ്തുകൊണ്ട് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചതെന്നൊരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിക്കും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നു. ഈ പരാതിക്ക് പിന്നാലെ തന്നെ SP ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിശദീകരണമായി രംഗത്തെത്തിയിരുന്നു. കുടുംബവും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതികരണവുമായി രംഗത്ത് വരികയാണ്. അത് തങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഈ പ്രശാന്തിനെ ഈ കേസുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചത്. അത് കുടുംബത്തിൻ്റെ താല്പര്യമായിരുന്നു. അങ്ങനെയാണ് കുടുംബം ഹൈക്കോടതിയിൽ സമീപിച്ചു. അങ്ങനെ ഹൈക്കോടതി ഉത്തരവനുസരിച്ചാണ് ഇത്തരത്തിലൊരു നിയമനത്തിലേക്ക് കടന്നത്. ഈ മധു ബാബു ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അദ്ദേഹം ഇവിടെ പത്തനംതിട്ടയിൽ SHO ആയിരിക്കുന്ന സമയത്ത് CI ആയിരിക്കുന്ന ഘട്ടത്തിൽ ഈ കേസിൻ്റെ അന്വേഷണം ശരിയായ രീതിയിലല്ല നടന്നത്. പിന്നീട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഉൾപ്പെടെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. ഈ അടുത്തുപോലും ഇദ്ദേഹം ഇത്തരത്തിൽ ഈ പ്രശാന്തിനെ അഭിഭാഷകനാക്കരുതെന്ന രീതിയിൽ കുടുംബത്തെ സമീപിച്ചു എന്നൊരു ആക്ഷേപവും എന്തായാലും ഈ ബിജുവിൻ്റെ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ഈ മധുബാബു പോലീസിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കുകയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തു. ഈ പരാതിയിലാണ് ഇപ്പോൾ എന്തായാലും SP വിശദീകരണം നൽകിയതിന് പിന്നാലെ, വാർത്താക്കുറിപ്പ് ഇറക്കിയതിന് പിന്നാലെ കുടുംബം ഒരു പ്രതികരണവുമായി വരുന്നത്. കുടുംബം അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥനാണ് മധുബാബു എന്ന തരത്തിലുള്ള പ്രതികരണമായി വരുന്നു. തങ്ങളുടെ താല്പര്യമനുസരിച്ച് തന്നെയാണ് പ്രശാന്തിനെ ഈ കേസുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാക്കി നിയമിച്ചതെന്നും കുടുംബം പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള നടപടികൾ കൂടി നേരിട്ട ഉദ്യോഗസ്ഥനാണ് ഈ മധു എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെതിരെ വകുപ്പ് തല നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. മറ്റു തരത്തിൽ മർദ്ദനം ഉൾപ്പെടെയുള്ള പരാതികൾ ഈ ഉദ്യോഗസ്ഥനെതിരെ നേരത്തെ തന്നെ ആഭ്യന്തര വകുപ്പിന് ലഭിച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പല അന്വേഷണങ്ങൾ നടക്കുകയും കോടതി ഉത്തരവുകളും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയ പരാതി തത്വത്തിൽ നിലനിൽക്കുന്നതല്ല എന്നാണ് കുടുംബത്തിൻ്റെയും ഒപ്പം തന്നെ SP-യുടെയും ഒക്കെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. AV ജയശങ്കറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.